Dear students, in this video we are going to discuss next criteria which was given by A.C. Pigou. Actually, he is regarded as the father of father of welfare economics, and he introduced a Pigouvian tax in the context of externality. Okay. So നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് പോയിന്റ്സ് നോക്കാം. A.C. Pigou. Okay. A.C. Pigou is considered as a father of welfare economics and he introduced a Pigouvian tax to correct externality. Externality എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുവാണ് there are some externality which have a positive and a negative impact. നമ്മൾ പറയുവാണ് ഇപ്പം ലൈക്ക് ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കുറേ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് കുറേ ആൾക്കാരുടെ ഇൻകം കൂടും, കൺസംഷൻ കൂടും, അവരുടെ സേവിങ് കൂടും, ആ സ്ഥലത്തെ വില വർദ്ധിക്കും, അവിടെ കുറേ ഷോപ്പിംഗ് കോംപ്ലക്സ് വരും അല്ലേ, കുറേ നെറ്റ്വർക്ക് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം എഫക്റ്റീവ് ആവും. അപ്പോൾ ഇതൊക്കെ എന്താണ്, സ്കൂൾ വരും, ഹോസ്പിറ്റൽസ് വരും, അത് ഡെവലപ്ഡ് ആവും. ഇത് ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. അതായത് ഒരു പാർട്ടിയുടെ ആക്ഷൻ കാരണം മറ്റൊരു പാർട്ടിക്ക് അത് ഇൻഡയറക്റ്റ് ആയിട്ട് അത് ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ അതാണ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി. ഓക്കെ, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെയിം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രി നമ്മൾ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ അത് കാരണം അതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എന്താണ് അവർക്ക് പൊല്യൂഷനായിട്ട് അവർക്ക് ഡിസീസസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ അസുഖങ്ങളൊക്കെ വരുന്ന ഒരു അവസ്ഥ. അവരുടെ വാട്ടർ സപ്ലൈയിലുള്ള അല്ലെങ്കിൽ വാട്ടർ അവർക്ക് എന്താണ് അവരുടെ കുടിവെള്ളം ഒക്കെ മലിനമാകുന്ന ഒരവസ്ഥ, പൊല്യൂട്ടഡ് ആവുന്ന ഒരവസ്ഥ. ദാറ്റ് ഈസ് എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ നോയിസ് പൊല്യൂഷൻ ഉണ്ടാവും, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള സോയിൽ ഇറോഷനും സംഭവിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് ഒരാളുടെ ആക്ഷൻ കാരണം മറ്റൊരാൾക്ക് അത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് വരുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിഗൂവിയൻ ടാക്സ്, അതായത് ടാക്സ് അല്ലെങ്കിൽ പൊല്യൂഷൻ ടാക്സ് എന്ന് പറയും. പൊല്യൂഷൻ ടാക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി കുറക്കുക അല്ലെങ്കിൽ പൊല്യൂഷൻ കുറക്കുക എന്നുള്ള രീതിയിൽ അവർ എത്രമാത്രം എമിഷൻ നടത്തുന്നോ അത്രയും അവർക്ക് ടാക്സ് ചുമത്തുക. ഓക്കെ, അതിൻ്റെ ബേസിസിൽ ടാക്സ് ചുമത്തുക, അതാണ് പിഗൂവിയൻ ടാക്സ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു കറക്റ്റ് എക്സ്റ്റേണാലിറ്റി, അത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. സോ വിത്ത് റെസ്പെക്ട് ടു അവർ ടോപ്പിക് വി ക്യാൻ now discuss his book, that is in his book which was published in 1932, that is Economics of Welfare എന്ന് പറയുന്ന ബുക്ക് 1932 A.C. Pigou പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇതിലാണ് അദ്ദേഹം ഹൗ ടു മാക്സിമൈസ് സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഓഫ് സോഷ്യൽ വെൽഫെയറിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത്. സോ ഫാദർ ഓഫ് വെൽഫെയർ എക്കണോമിക്സ്, അതുപോലെ തന്നെ പിഗൂവിയൻ ടാക്സ് എന്തിനു വേണ്ടിയിട്ടാണ്, ടു കറക്റ്റ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് എക്കണോമിക്സ് ഓഫ് വെൽഫെയർ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1932. നെക്സ്റ്റ്, there are some assumptions. They are every individual attempt to maximize his satisfaction from the use of limited monetary resources. അപ്പം നമ്മൾ എക്കണോമിക്സിൽ എപ്പോഴും പറയാറുണ്ട് നമുക്ക് റിസോഴ്സസ് എന്താണ്, ലിമിറ്റഡ് ആണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലിമിറ്റഡ് മോണിറ്ററി റിസോഴ്സസ്. നമ്മൾ ഇൻഡിവിജ്വൽസിനുള്ളത് ലിമിറ്റഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ്. അത് വെച്ചിട്ട് അവർ മാക്സിമം സാറ്റിസ്ഫാക്ഷനാണ് അവർ എയിം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുവാണ് മാക്സിമം യൂട്ടിലിറ്റിയാണ് ഇവരുടെ എയിം. അവർക്ക് ലിമിറ്റഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട്. നെക്സ്റ്റ് അസംപ്ഷൻ എന്ന് പറയുന്നത് satisfaction derived from the consumption of goods and services can be compared interpersonally and intrapersonally. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസും കമ്മോഡിറ്റീസ് കൺസ്യൂം ചെയ്യുമ്പോൾ
അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മറ്റൊരു ഇൻഡിവിജ്വലിൻ്റെ യൂട്ടിലിറ്റി എത്രയാണെന്ന് നമുക്ക് ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണൽ കമ്പാരിസൺ സാധ്യമാണ്. സോ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ കൺസംഷൻ ക്യാൻ ബി കമ്പയർഡ് ഇന്റർപേഴ്സണലി ആൻഡ് ഇൻട്രാപേഴ്സണലി. ദറ്റ് ഈസ് എമംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ക്യാൻ ബി മെയ്ഡ്. കമ്പാരിസൺ ക്യാൻ ബി മെയ്ഡ്. അപ്പോൾ ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് മോണിറ്ററി റിസോഴ്സസ് ടു മാക്സിമൈസ് യൂട്ടിലിറ്റി. സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത് ഇൻട്രാപേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി വിത്ത് റെസ്പെക്ട് ടു ദി കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി മെയ്ഡ്. ഇനി തേർഡ് അസംഷൻ എന്ന് പറയുന്നത് നമുക്കറിയുന്നത് തന്നെയാണ്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഇൻകം ഡിക്രീസസ് വിത്ത് എവരി അഡീഷണൽ ഇൻക്രീസ് ഓഫ് ഇറ്റ്. നമ്മളെ കയ്യിൽ ഇങ്ങനെ പണം കുമിഞ്ഞു കൂടുന്തോറും, ഇൻക്രീസ് ചെയ്യുന്തോറും, നമ്മളെ കയ്യിലുള്ള പണം ഇങ്ങനെ ഇരട്ടിക്കും തോറും, അല്ലെങ്കിൽ നമ്മുടെ ഓരോ അഡീഷണൽ യൂണിറ്റ് നമ്മളെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പം അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുവാണ്, കുറയുവാണ് ചെയ്യുന്നത്. ആൻഡ് നമുക്കറിയാം റിച്ചിന് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പുവർ പീപ്പിളിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യണം. Marginal utility of money with respect to poor is very low as compared to rich. റിച്ചിനേക്കാൾ നമ്മുടെ പുവർ പീപ്പിളിനെ നോക്കുമ്പം മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് വെരി ഹൈ. ഓക്കെ, ദെൻ Pigu's dual criterion of welfare. So there are two conditions for maximum social welfare. അപ്പോൾ അതിനകത്ത് രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത് വെൽഫെയറിനെ, ക്രൈറ്റീരിയ ഓഫ് സോഷ്യൽ വെൽഫെയർ അക്കോർഡിംഗ് ടു പിഗു. ഫസ്റ്റ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ആൻ ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ഈസ് ബ്രോട്ട് അബൌട്ട് ഐദർ ബൈ ഇൻക്രീസിങ് സം ഗുഡ്സ് വിത്തൗട്ട് റെഡ്യൂസിങ് others or by transferring from less productive to more productive activities increases social welfare. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. നാഷണൽ ഇൻകം നമുക്ക് രണ്ട് തരത്തിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് എന്ന് പറയുന്നത് ഒരാളുടെ വെൽഫെയർ കുറക്കാതെ തന്നെ മറ്റൊരാളുടെ വെൽഫെയർ നമുക്ക് കൂട്ടാൻ പറ്റുവാണെങ്കിൽ, അതായത് രണ്ട് ഇൻഡിവിജ്വൽസ് ഉണ്ട്, എയും ബിയും. അപ്പം ബിയുടെ വെൽഫെയർ കുറക്കാതെ തന്നെ നമുക്ക് എക്ക് വെൽഫെയർ കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, അതുവഴി നമുക്ക് വെൽഫെയർ ഉണ്ടാവുന്നു എന്ന് പറയാം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലെസ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടേക്ക് മാറണം, മോർ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിലേക്ക് മാറണം. അങ്ങനെയാണെങ്കിൽ അത് സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യും, അതുവഴി നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പറയുന്നത്, ഇൻക്രീസിങ് ദ ബെനിഫിറ്റ് ഫോർ വൺ വിത്തൗട്ട് റെഡ്യൂസിങ് ദ അതർ. നമ്മൾ മറ്റൊരാളുടെ വെൽഫെയർ കുറക്കാതെ ഒരാളുടെ വെൽഫെയർ കൂട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്, അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, അതുവഴി നമുക്ക് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം പിഗു പറഞ്ഞത് എന്താണ്, നാഷണൽ ഇൻകം എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, നമ്മൾ ലെസ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് മോർ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ റിസോഴ്സസ് ഡൈവേർട്ട് ചെയ്യുക, അതുവഴി നമുക്ക് സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മൾ പെൻഷൻസ് അല്ലെങ്കിൽ സാലറി ഇതൊക്കെ അധികം കൊടുക്കുന്നതിന് പകരം നമ്മൾ മോർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, കൂടുതൽ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, ഹെൽത്ത് ഫെസിലിറ്റി, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്കിങ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കൂടുതൽ സോഷ്യൽ വെൽഫെയർ കിട്ടുന്നു, അതേപോലെ തന്നെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാനും പറ്റുന്നു. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം, പിഗുവിൻ്റെ വെൽഫെയർ ക്രൈറ്റീരിയ. ഒന്നാമത്തെ കാര്യം എന്താണ്, നാഷണൽ ഇൻകം എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക, ഒന്നുകിൽ ലെസ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് മോർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ പോവുക. രണ്ടാമത്തെ കാര്യം നാഷണൽ ഇൻകം എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക, that is increasing some goods without reducing others. മറ്റൊരാൾക്ക് നെഗറ്റീവ് വരുത്തിക്കൊണ്ട് നമ്മൾ ഒരാളുടെ ബെനിഫിറ്റ് കൂട്ടുവാണെങ്കിൽ അത് തെറ്റാണ്. അവിടെ എന്താണ് പറയുന്നത്,
നമ്മൾ രണ്ടുപേരുടെയും ബെനിഫിറ്റ് ഒരേപോലെ നമ്മൾ എന്താണ് ഇൻക്രീസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് ഒരാളുടെ ബെനിഫിറ്റ് നിങ്ങൾ കുറയ്ക്കരുത് വിത്തൗട്ട് റെഡ്യൂസിങ് ദ അതേഴ്സ്. മറ്റൊരാളുടെ ബെനിഫിറ്റ് നിങ്ങൾ ഒരിക്കലും കുറയ്ക്കരുത്. പക്ഷെ എന്താണ് എ എന്ന് പറയുന്ന ആളുണ്ട്, ബി എന്ന് പറയുന്ന ആളുണ്ട്. എയുടെ ബെനിഫിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുവാണ് വിത്തൗട്ട് നമ്മൾ ബിയുടെ ബെനിഫിറ്റ് നമ്മൾ കുറക്കാതെ തന്നെ നമ്മൾ എയുടെ ബെനിഫിറ്റ് കൂട്ടുവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സോഷ്യൽ വെൽഫെയർ നമ്മൾ അച്ചീവ് ചെയ്യും. രണ്ടാമത്തെ കാര്യം പറയുന്നത് എനി റീഓർഗനൈസേഷൻ ഓഫ് ദി ഇക്കോണമി വിച്ച് ഇൻക്രീസസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ദ പുവർ വിത്തൗട്ട് റെഡ്യൂസിങ് നാഷണൽ ഇൻകം ഇൻക്രീസസ് സോഷ്യൽ വെൽഫെയർ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ റീഓർഗനൈസേഷൻ ഓഫ് ദി ഇക്കോണമി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ചേഞ്ച് വരുവാണ്, അല്ലെങ്കിൽ ഒരു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം വരുവാണ്, അതുവഴി നമ്മളെ പുവർ പീപ്പിളിൻ്റെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതുവഴി സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് ഒന്നുകൂടി പറയുവാണെങ്കിൽ ഗിവൺ ദ ടേസ്റ്റസ് ആൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ടേസ്റ്റസും അതുപോലെ തന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കെ the level of social welfare increases with the increase in national income. നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യും എന്നാണ് ഒന്നാമത്തെ കണ്ടീഷനിൽ പറഞ്ഞത്. ഓക്കെ, നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യും ഗിവൺ ദ ടേസ്റ്റസ് ആൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ടേസ്റ്റും അതുപോലെ തന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷനും അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കെ if there is an increase in national income, it will ultimately lead to increase in social welfare. Then രണ്ടാമത്തെ കാര്യം given the constant level of national income, the transfer of purchasing power from rich to poor will also increase the economic welfare. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നാഷണൽ ഇൻകം അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കെ നമ്മൾ റിച്ചിൽ നിന്നും പുവറിലേക്ക് നമ്മൾ പർച്ചേസിങ് പവർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ, അതായത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എല്ലാവർക്കും തുല്യ ഇൻകം ആക്കാൻ വേണ്ടിയിട്ട് റിച്ചിൽ നിന്നും കുറച്ച് പണം നമുക്ക് പുവറിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുവാണ്. പർച്ചേസിങ് പവർ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം റിച്ച് ടു പുവർ, ദെൻ ഇറ്റ് വിൽ ഓൾസോ ഇൻക്രീസ് ദ എക്കണോമിക് വെൽഫെയർ. ഓക്കെ, അവിടെ നാഷണൽ ഇൻകം കോൺസ്റ്റന്റ് ആയിരിക്കെ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ആണ് പിഗു പറഞ്ഞത്. ഓക്കെ, thank you.